ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പൊന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് യൂട്യൂബിൽ ഏത്തയ്ക്ക പായസത്തിന് റെസിപ്പി കണ്ടത്. നോക്കിയപ്പോൾ ഏത്തയ്ക്ക വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 പഴുത്ത വലിയ ഏത്തയ്ക്ക എടുത്ത് നാലായിട്ട് പിളർന്ന് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു മാറ്റുന്നു. നല്ല പഴുത്ത ഏത്തയ്ക്ക വേണം, എങ്കിലേ ആ പായസത്തിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ അരിഞ്ഞു മാറ്റി നമ്മൾ ഏത്തയ്ക്ക അരിഞ്ഞു മാറ്റി വെക്കുന്നു. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കാഷ്യൂനട്ട് വറുക്കാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ട് വറുത്ത് മാറ്റുന്നു. ഈ വറുത്ത് മാറ്റിയ കാഷ്യൂനട്ടിലേക്ക് കാഷ്യൂനട്ട് നമ്മൾ വറുത്ത് മാറ്റുന്നു. എന്നിട്ട് ആ നെയ്യിലേക്ക് നമ്മൾ ഏത്തയ്ക്ക ഇട്ട് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഫ്രൈ ചെയ്ത് നല്ലതുപോലെ വെന്ത് കിട്ടും. വെന്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര, കുട്ടികൾക്കാകുമ്പോഴത്തേക്കിനും മധുരം ഇഷ്ടമായിരിക്കുമല്ലോ, ഇച്ചിരി കൂടെ ഏറെ വേണമല്ലോ. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ആ പഞ്ചസാര ആ ഏത്തയ്ക്കയിലിട്ട് ചേരുന്നത് പോലെ നമ്മൾ നല്ലപോലെ ഇളക്കി ഇതാക്കുന്നു. അതിന് ശേഷം നമ്മൾ ആ ഏത്തയ്ക്ക മാറ്റി വെച്ച് പിന്നെ ഒരു പാത്രത്തിലേക്ക് പാലെടുത്ത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ചൗവരി എടുത്ത് ആ പാലിലേക്ക് ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുന്നു. നേരത്തെ വെള്ളത്തിലിട്ടതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഇളക്കി മാറ്റുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഏത്തയ്ക്ക ഇട്ട് നല്ലതുപോലെ ഇളക്കി, അതിൻ്റെ ഇടയ്ക്ക് കാഷ്യൂനട്ട് ഇട്ടിരുന്നു, പക്ഷേ അത് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പൊന്നിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പൊന്നു സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.